ഡേയ് എന്തോന്ന് ഇവിടെ എന്തിനെ ഇരിക്കുന്ന എന്തിനു സംസാരിക്കാം മൈക്കോണോ ഇനി വാ മത്തളഞ്ഞു വാ മത്തള് ബദബാധ ഇപ്പം ഇങ്ങനെയൊക്കെ എടുത്താൽ ചിലപ്പോൾ കടിക്കും കേട്ടോ. ഹേ ഗൈസ്, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് സുഹൃത്തുക്കളെ വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും ഇനി സംസാരിക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വെച്ചാൽ. അതെ, ഇതൊന്നും ഇനി പറയാണ്ട് ഇനി മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല, കാരണം എല്ലാ വീഡിയോയിലുള്ള കമൻറ്റുകളാണ്. അതെ, അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നേക്കണം, ഇല്ലേ മമ്മേ? അതെ ഗൈസ്, അപ്പോൾ അതാണ്. അതൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഇപ്പോഴത്തെ കുറച്ച് ചേഞ്ച് പറയാം. മുടി കെട്ടി വലിയ ചെയ്തത് അതൊന്നുമല്ല. ജിമ്മിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. സർജറി കഴിഞ്ഞതിന് ശേഷം ഇപ്പം 1 വർഷം ആവാറായി. ഈ സർജറി കഴിഞ്ഞ സമയത്ത് മെഡിസിനും കാര്യങ്ങളും ഫുൾ റെസ്റ്റ് ആയിരുന്നു. എനിക്ക് ഫിസിക്കലായിട്ട് ഒരു ആക്ടിവിറ്റി സംഭവം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കുടവണ്ടി അങ്ങ് വന്നു, ഫാമിലി ബാഗ് അങ്ങ് ഇറങ്ങി അച്ഛനെ പോലെ. അപ്പോഴത്തേന് ഇന്നലെ തൊട്ട് ജിമ്മിന് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് പോകണം. വയറൊക്കെ ഒന്ന് കുറയ്ക്കണം, സെറ്റാക്കണം എന്ന് വെച്ചിട്ട് വലിയ വെയിറ്റ് ഒന്നും എടുക്കാറൊന്നും ആയിട്ടില്ല. ചെറുതായിട്ടൊക്കെ വെയിറ്റൊക്കെ എടുത്ത് ഇനി പഴയ പോലെ ആവണം. ആദ്യം ജിമ്മിൽ പോകുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ, എൻ്റെ വലത്തേ കൈ ആയിരുന്നു സ്ട്രോങ്, ഇടത്തേ കൈ കുറച്ച് വീക്കായിരുന്നു. ഇപ്പം ഞാൻ ഈ വലത്തേ കൈ കൊണ്ട് അധികം വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. വെയിറ്റൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ഇടത് കൈയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇടത് കൈ ഇപ്പോൾ കുറച്ച് സ്ട്രെങ്ത് ആയി, വലത്തേ കൈ ഡൗൺ ആയി, വീക്കായി. 1 വർഷം ആയില്ല. 1 വർഷം ആയില്ല. 1 വർഷം ആയിട്ട് പോയാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല, ഓക്കെ ആണ്. എനിക്ക് നമുക്കൊരിത് വരുമല്ലോ, ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഇപ്പം പോയി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടല്ലേ ചെയ്യുന്നുള്ളൂ. അതെ. അതുമല്ല, നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാലും ഒരു അപ്പൊ ഇഞ്ഞ് വാ, ഇവന് ഇവിടെ പിടിച്ചിരുത്താൻ കേട്ടോ. ഇവിടെ ഇഞ്ഞ് വാ, മത്തളിഞ്ഞ് വാ പോയാ. അപ്പം അതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സംഭവമൊക്കെ. അത് മാത്രമല്ല, വീഡിയോയിലും കമൻ്റ് ഉണ്ട്, കൊച്ചു ചേട്ടൻ തടി വെച്ചു, വണ്ണം വെച്ചു, വയറ് ചാടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇല്ലേ? ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പഴയ പോലെ ഡാൻസ് ചെയ്യാനൊക്കെ ഇപ്പം ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എത്രയായാലും ഏച്ച് വെച്ച ഒരു മടിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മൾ പഴയൊരു ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ, ഡാൻസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. പഴയ പോലെ അല്ല, കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ അതൊക്കെ സമയമെടുത്ത് ചേഞ്ച് ആവും, കുഴപ്പമില്ല. പിന്നെ അതുകൊണ്ടാണ് വലുതായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഡാൻസ് സംഭവങ്ങളൊന്നും അധികം ചെയ്യാത്തത്. പേടി എനിക്കുണ്ട്, എനിക്കുണ്ട്. കളിക്കുമ്പോഴൊക്കെ പേടിയുണ്ട്, കാര്യം വല്ല ആയി പോകുന്ന ഒരു സംഭവം. ഡോക്ടർ പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒന്നും ഇനി വരത്തില്ല എന്നാ പറഞ്ഞേക്കുന്നത്. വിട്ടിട്ടുണ്ട്. നിങ്ങളെ വിചാരിക്കുന്ന എന്റെ 2 സ്ക്രൂ ഉണ്ട് ഇവിടെ ഇല്ലേ? എല്ലാം അടിപൊളിയായിട്ട് ചെയ്ത്. അതെ. അപ്പൊ ഇത് Q&A സംഭവമൊന്നും അല്ല, കോമൺ ആയിട്ട് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ടൊക്കെ വായിക്കാല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആരാണ് അനു? അനു പറ, അമ്മ പറ. എൻ്റെ ചേട്ടൻ്റെ മോള്. അതെ, അതായത് എൻ്റെ മാമൻ്റെ മോളാണ് അനു. ഒറ്റ മോളേ ഉള്ളൂ ഇല്ലേ? ഒരാളേ ഉള്ളൂ. കൂടുതലും അമ്മാമേൻ്റെ കൂടെ നിന്നിട്ടാണ് വളർന്നത്. പിന്നെ മാമൻ്റെ വീട് പുല്ലൂരാണ്. പിന്നെ മാമനെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ഞാൻ ആരെയും കാണിക്കുന്നില്ല എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയും. അനുവിൻ്റെ അച്ഛനും അമ്മയും എവിടെയാണ്? അവന് ജോലിയുണ്ട്, ആട്ടോ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൻ ഇങ്ങോട്ട് വരാറുമില്ല, അപൂർവം ഇങ്ങോട്ട് വരാറുള്ളൂ. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കാണാറുമില്ല വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ ഉണ്ടായിരുന്നു ഓണത്തിന് ഇടയ്ക്ക് ഏതോ ഒരു ദിവസം വന്ന്, അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, ഞാൻ എന്റെ വീഡിയോയിലുണ്ട്, വ്ളോഗിലുണ്ട്. പക്ഷെ അത് ഏത് വീഡിയോ ആണെന്ന് എനിക്ക് കറക്റ്റ് എനിക്ക് അറിയാൻ വയ്യ. വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടന്നപ്പോഴാണ്, ബർത്ത്ഡേ സമയത്തോ അങ്ങണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഞാൻ പറയുകയും ചെയ്തു, ഇത് അനുവിന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ മാമി ഗൾഫിലാണ്. അപ്പൊ എനിക്ക് ഇന്നലെ മാമി വന്നിട്ടുണ്ട് 11-ാം തീയതി വന്ന്. ഇന്ന് 11ആണോ? ഇന്ന് വന്നിട്ടുണ്ട്. അമ്മാമേന്റെ കൂടെ നിന്നിട്ടാണ് അനു വളർന്നതല്ല. അവർ രണ്ടുപേരും ഗൾഫിലായിരുന്നു. ഇപ്പൊ അവൻ പിന്നെ നാട്ടിൽ വന്ന് ഇപ്പൊ ഇവിടെ മാമി പണ്ടോട്ടെ ഗൾഫിലാണ്. അപ്പം അതാണ് സംഭവം. ഓക്കെ, അപ്പൊ അതാണ്, ആരെയും കാണിക്കുന്നില്ല എന്നുള്ള പരാതി. കണ്ടിട്ടുണ്ട് കല്യാണ സമയത്ത് കല്യാണത്തിന് വന്ന് മാമിയാണ് മറ്റേ ഇതൊക്കെ ആരതി ഒഴിഞ്ഞത്. അതാണ് അനുവിന്റെ അമ്മ. അതെ. കാണിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ അത് ആരും വരെ ഓർത്തിരിക്കുന്നില്ല. ഇവിടെയൊക്കെ വരുമ്പം വീഡിയോ എടുക്കാം.
ഇനിയിപ്പോ ഇവിടെ ഉണ്ട് ഒരു മാസം ഉണ്ട്. വീട്ടിലൊക്കെ വരുമ്പോഴത്തേന് ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്ത് എല്ലാവരെയൊക്കെ കാണിക്കാം ഇല്ലേ, ഇനി അതിൻ്റെ ഒരു പരാതി വേണ്ട. പിന്നെ ഇനി ആരാണ് ശ്രീതു? ഇതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? ഒത്തിരി വട്ടമല്ല, 1-2 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ശ്രീതു എൻ്റെ ഫ്രണ്ടാണ്. കസിനാണോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. കസിനല്ല, ഫ്രണ്ടാണ്. പിന്നെ പറഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും ഫാമിലി മെമ്പറായിട്ട് വരും. അതെന്താണ് ദിവസം നമ്മള് ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞോണ്ടിരുന്നപ്പം അവിടെ ബന്ധുവില്ല ഇവിടെ ബന്ധുവില്ല ഇങ്ങനെ കറങ്ങി കുത്തി ഒരു ബന്ധം, വെറുതെ ഒരു ബന്ധം, അങ്ങനെ ഒരു ബന്ധം വന്നു. പക്ഷെ അത് ഈ അടുത്ത കാലത്താണ്, ഈ 1 വർഷം ആയതേ ഉള്ളൂ ശ്രീതു നമ്മളെ ബന്ധുവാന്ന് അറിഞ്ഞിട്ട്. അമ്മ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ശ്രീതുവിന്റെ അമ്മ ഇവിടെ വന്നപ്പോഴാണ് ഒരു ചെറിയൊരു ബന്ധവും കൂടി ആയി. അതെങ്ങനെ ആയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഫാമിലി ഒരു ബന്ധവും കൂടെ ഉണ്ട്. അപ്പം ശ്രീതു എൻ്റെ കസിനൊന്നും അല്ല, ശ്രീതു എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഞാനൊക്കെ ആദ്യം വ്ളോഗ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇത് കൊള്ളാവോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഇത് ആരെങ്കിലും ഒരാളെ കാണിക്കണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആദ്യം കാണിക്കുക ശ്രീതുവിനെ. അപ്പോൾ ശ്രീതു പറഞ്ഞു കൊള്ളടാ, കുഴപ്പമൊന്നുമില്ല, നീട്ടോ, അത് സൂപ്പറാണ്, ഇത് സെറ്റാകും എന്ന് പറഞ്ഞിട്ട് ഒരു കോൺഫിഡൻസ് ഒക്കെ തന്നത് അളിയനാണ്. പിന്നെ ശ്രീതുവിൻ്റെ വീട്ടിൽ അമ്മ അനിയത്തി ഉണ്ട്. അനിയത്തി ആർമിയിലാണ്. അവരാരും ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല ഇന്ന് വരെ. ഒരു ഷോർട്സിലുണ്ടായിരുന്നു നീ അവിടെ. ശരി. പിന്നെ പെങ്ങൾ വന്ന സമയത്ത് വിളിക്കാൻ പോയപ്പോൾ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടെ പോവും, ശ്രീതുവിന്റെ വീട്ടിൽ പോവും. പിന്നെ നമ്മള് ഇപ്പൊ തന്നെ പെങ്ങൾ വന്നപ്പം കൊണ്ടാക്കാനൊക്കെ പോയി. കൊണ്ടുവരുന്നത് അമ്മയായിട്ടൊക്കെ ഭയങ്കര വിളിക്കും, നിൽക്കുന്നിടമൊക്കെ വിളിക്കും, കാര്യങ്ങളൊക്കെ വിളിച്ച് നമ്മൾ 1 മണിക്കൂറൊക്കെ സംസാരിക്കും. പിന്നെ അളിയൻ്റെ അച്ഛൻ ഒരു 2 വർഷമായി മരണപ്പെട്ടിട്ട്. 2 വർഷം കറക്റ്റ് ആവുമെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്കറിയത്തില്ല. 2-2.5 വർഷം ആയി അളിയൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ട്. അപ്പോൾ വീട്ടിലിപ്പം ആൻറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ പെങ്ങള് ആർമിയിലുമാണ്. നാളൊരു സമയത്ത് അളിയൻ്റെ കല്യാണം റിലേറ്റഡ് സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഞാൻ എല്ലാവരെയൊക്കെ കാണിക്കാം അല്ലേ? ആ ഒരു ടൈം ആകുമ്പോഴത്തേനും എല്ലാവരെയും കാണിക്കാം. പിന്നെ ആൻറ്റിക്ക് അങ്ങനെ വീഡിയോയിൽ വരണമെന്നുള്ളൊരു ഇതൊന്നുമില്ല അല്ലേ? ഇനി വേറെ കോമൺ ആയിട്ട് വരുന്നത് അമ്മയാണ്. ഈ കമന്റ് മൊത്തം ഇരുന്ന് ഇങ്ങനെ വായിക്കുന്ന ആള്. അപ്പൊ അമ്മയ്ക്കാണ് എല്ലാ കമന്റുകളും അറിയാവുന്ന. പറ, കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്താ? ഇല്ലേ? പിന്നെ അച്ഛനെന്താ പറയണ്ട്? അച്ഛൻ എന്തെങ്കിലും എല്ലാം അനുവിനെ കെട്ടു അത് പറയണോ? പിന്നെ ചോദിക്കുന്നുണ്ട് അനു ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ. അതൊക്കെ ഞാനെപ്പോഴും സംസാരിക്കാൻ ശരിക്കും താല്പര്യമില്ല. ഇടയ്ക്ക് എപ്പോഴും ഒരു കുറേ റീലൊക്കെ മറ്റേ AI വെച്ച് ജനറേറ്റ് ചെയ്ത് കുറേ ഫോട്ടോയൊക്കെ ഉണ്ടാക്കി വീഡിയോ പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ ഷോർട്സൊക്കെ വന്നായിരുന്നു കുറേ. അപ്പം ഞാനത് അവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്കും ഭയങ്കര വിഷമമായി. ഇതെന്താ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ അനു എൻ്റെ സ്വന്തം പെങ്ങളാണ്. ആ ഒരു രീതിയിൽ മാത്രമേ ഇല്ലേ മാമന്റെ മോളാണ് എന്ന് വെച്ചിട്ട് എൻ്റെ പെങ്ങളാണ് അനു. അതിപ്പം കുറെ പേർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ എനിക്ക് സംശയമുണ്ട്. വേറൊന്നുമല്ല, അവക്ക് സഹോദരങ്ങൾ ആരുമില്ല, ഒറ്റ മോളാ. ഇപ്പം അതേ കണക്കാണ്, സഹോദരനെ കണക്കാണ് അവനെ കണ്ടേക്കുന്നത്. നമ്മള് കുഞ്ഞില് തൊട്ടേ കാണുന്നില്ല. അപ്പം അങ്ങനെ ചിന്താഗതിയൊന്നും 2 പേർക്കും ഇല്ല. അപ്പം മാമന്റെ മോളെ കല്യാണം കഴിക്കുന്നത് കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുന്നുണ്ട്, ചിലർക്ക് അത് ഇല്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ മാമന്റെ മോളെന്ന് പറയുന്നത് എൻ്റെ സ്വന്തം സഹോദരിയാണ്. ഇപ്പം അച്ഛൻ്റെ മൂത്തച്ഛൻ്റെ മക്കൾ എൻ്റെ സഹോദരന്മാരല്ലേ, 2 എൻ്റെ അനിയന്മാരാണ്. അതുപോലെ തന്നെയാണ് അനു എൻ്റെ അനിയത്തി എൻ്റെ ആണ്. അപ്പം ദൈവം ഇതാരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുതേ എന്ന് മാത്രം പറയുന്നു അല്ലേ? അത് കാണുമ്പോൾ എല്ലാവർക്കും അനുവിനെ കെട്ടിക്കൂടെ അങ്ങനെ കാണുമ്പം എനിക്കും ഭയങ്കര വിഷമമാണ് അത് കാണുമ്പോഴത്തേന്. അപ്പം ദൈവം ഇതാരും അങ്ങനെ പറയരുത്. ഓക്കെ. പിന്നെ വേറെന്താ? അനു ഇപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കും കേട്ടോ ഇല്ലേ? ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ നല്ല മാർക്കുണ്ടായിരുന്നു. നമ്മളെ പോലൊന്നുമല്ല, പഠിക്കും, മെഡൽസൊക്കെ ഉണ്ട്. അതെ, നമ്മളും പോയായിരുന്നു സ്കൂളില്. മെഡൽ ഇല്ലെങ്കിലും എന്ന് ഓർക്കും. അപ്പോ ഇനി അടുത്ത PGക്ക് പോണോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഇനി അടുത്ത എന്താണ് ഫ്യൂച്ചറിൽ മുമ്പോട്ട് പഠിക്കേണ്ടത് ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. പോണം. പക്ഷെ എല്ലാത്തിലും ആക്റ്റീവാ. എന്ത് പറഞ്ഞു കൊടുത്താൽ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞാൽ അവൾ കളിക്കുകയൊക്കെ ചെയ്യും.
പക്ഷെ പണ്ട് ഭയങ്കര ഷൈ ആയിരുന്നു അനു ഇതുപോലെ ഒന്നും അല്ല. എനിക്ക് തോന്നുന്നു വ്ളോഗിലും വീഡിയോയിലൊക്കെ വന്നതിന് ശേഷമാണ് അനുവിന് ഭയങ്കര ഒരു മാറ്റം സംഭവിച്ചത്. ഇപ്പൊ വ്ളോഗിലൊക്കെ നല്ല അത്യാവശ്യം നല്ലതൊക്കെ അവള് സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് കാണുമ്പോഴത്തേന് ഭയങ്കര അനു ഇങ്ങനെയല്ലായിരുന്നു, ആരോട്ടും അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. അവക്കൊരു എല്ലായിടത്തും സംസാരിക്കുമ്പോൾ ഒരു കൈയൊക്കെ ഒരു വിറയലും അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. അതൊക്കെ ഇപ്പൊ മാറി, അതെല്ലാം ഒരുപാട് ഇത് മാറിയുള്ളൂ. അനു ഡാൻസ് കളിക്കും, അതൊക്കെ ഞാൻ ഇന്നാൾക്കാണ് അറിഞ്ഞത്. അനു ഡാൻസ് കളിക്കും. അനുവിൻ്റെ കൂടെ ഒരു റീൽ എടുക്കണമെന്ന് എല്ലാവരും പറയുന്നത്. എൻ്റെ ഡാൻസ് കളിക്കണം, അത് ഉറപ്പായിട്ടും ഡാൻസ് ചെയ്യുന്നതാണ്. പിള്ളേർക്ക് എല്ലാവർക്കും ജോലികളും കാര്യങ്ങളും പഠിക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും പറയും വീഡിയോയിൽ വരണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും, എല്ലാവരെയും വിളിക്കണമെന്ന്. പക്ഷെ അത് എല്ലാവർക്കും സാഹചര്യം ഒന്നും ചിലപ്പോഴും ഒക്കത്തില്ല. ഇപ്പൊ ഉണ്ണിക്കുട്ടനെ വിളിക്കണമെന്ന് പറഞ്ഞാലും എല്ലാവരും കൂടെ ഒത്തു കിട്ടുന്ന കാര്യം കുറച്ച് പാടാണ്. ഉണ്ണിക്കുട്ടൻ രാവിലെ പോയി കഴിഞ്ഞ് രാത്രി 8-9 മണിയാകും വീട്ടിൽ വരുമ്പോൾ. അതാണ് അവര് രണ്ടുപേരും പിന്നെ അന്ന് രാത്രി വന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. എല്ലാവരും കൂടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച്. പക്ഷെ നമുക്ക് എല്ലാവരും കൂടെ അത്യാവശ്യം എല്ലാവരും കൂടെ അന്ന് ഉണ്ണി മുന്നേ ഒന്നുമില്ല, അമ്മമാരൊന്നും ഇല്ലായിരുന്നു. നമ്മൾ എനിക്കൊന്ന് ഇത് കളിച്ചപ്പോൾ സാറ്റ് കളിച്ചപ്പോഴാണ് കുറച്ചും കൂടെ എല്ലാവരും ഉണ്ടായിരുന്നത്. ശ്രീതും അളിയനും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മൂത്തച്ഛനും ഉണ്ടായിരുന്നു, കളങ്ങാട്ടിൽ നിന്ന് നമ്മളൊരു അന്നും എല്ലാവരും ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ കൂടുമ്പോഴത്തേനും ഇതുപോലെ സാറ്റ് കളിക്കാനൊക്കെ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. അപ്പൊ എന്തായാലും പഴയ കാലത്തെ വൈബിലൊക്കെ നമ്മളങ്ങ് മറക്കും. വീഡിയോയിലാന്നുള്ള സംഭവം വീടുന്നത്. വീഡിയോ ഒന്നും പിന്നെ നമ്മുടെ മുമ്പേ ക്യാമറ എല്ലാം ഒന്നുമില്ല, നമ്മൾ ആ ഗെയിമിലേക്ക് അങ്ങ് പോവുക. അതിപ്പോ നമ്മള് വീട്ടില് ഇപ്പം അല്ലാതൊരു ചലഞ്ച് ഗെയിം എടുത്താലും അത് ക്യാമറ ഓൺ ആണെന്നുള്ള സംഭവം ഞാൻ ഇവരൊക്കെ എല്ലാം തോന്നുന്നത് ഞാൻ ഇൻട്രോ പറയുമ്പോഴാണ്. പിന്നെ ഔട്ട്രോ പറയുമ്പോൾ മാത്രമേ ഇവിടെ റെക്കോർഡാണെന്നുള്ള സംഭവം എല്ലാവർക്കും ഉള്ളു. പിന്നെ ക്യാമറയുടെ മുമ്പിൽ ഒരു നോട്ടമേ ഇല്ല. അതൊന്നുമില്ല. ആ ഗെയിം കോൺസെൻട്രേറ്റ് അത് ചെയ്ത് അതിലേക്ക് പോവുക, അതാണ് സംഭവം. അപ്പൊ അതൊക്കെയാണ്. ഇനി വേറെ എന്താണ് പറയാനുള്ളത് വെച്ചാൽ പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ നമുക്ക്, ലുലു വിഷയിലും കുറച്ച് പേര് അതും ഇതൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തായി സംഭവം, കേസ് ഫയൽ ചെയ്തെന്നുള്ളൊക്കെ കാര്യം. കേസ് അങ്ങനെയൊന്നും മുമ്പോട്ട് പോകാനായിട്ട് താല്പര്യമില്ല. എന്നൊരു അഡ്വക്കേറ്റ് മെയിൽ അയച്ചായിരുന്നു, ഇത് ലീഗലി മൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കതിനോട് താല്പര്യമില്ല. കാരണം എനിക്കുണ്ടായൊരു എക്സ്പീരിയൻസ് ഞാൻ അത് ഷെയർ ചെയ്തു, എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞു. പിന്നെ ഞാൻ അത് പറയാൻ ഇടയായ കാരണം എന്ന് വെച്ചത് അവിടെ ബ്ലോഗ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു സംഭവമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പുള്ളി ആ ഒരു സെക്യൂരിറ്റിക്കാരൻ ഞാൻ ബില്ല് ചെയ്ത സാധനം ചെക്ക് ചെയ്തെന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് അത്രയും വിഷമമായതും പിന്നെ എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തതായിട്ടുള്ള സംഭവം. അതാണ് ഞാൻ ആ വീഡിയോയിൽ മെയിനായിട്ട് ആ ഒരു വീഡിയോ ഇടാനുള്ള കാരണം അത് തന്നെയാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും സ്ഥാപനത്തിനെതിരെ വന്നിട്ട് ഞാൻ ഇന്നുവരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി അത്ര വിഷമം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. വേറെ എന്തോ ഉണ്ടായിരുന്നല്ലോ. പിന്നീട് അവരെന്നെ വിളിച്ചു, ലുലുന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യണം എന്നുള്ള സംഭവമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. അപ്പം അവർ ക്ഷമ വെച്ച് ഞാൻ ഓക്കെ പറഞ്ഞു, അത് വിട്ടു. പുള്ളിക്കെതിരെ ആക്ഷൻ എടുക്കാമെന്നും പറഞ്ഞു. അതിനെ പറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് പോകാനോ തിരക്കാനോ അവർക്ക് അവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും ഞാൻ നിന്നില്ല. കംപ്ലയിൻറ്റ് ചെയ്താലും കാര്യമൊന്നും ഒന്നുമില്ല. പുള്ളിയുടെ ആ ഒരു സമയത്തുണ്ടായ ദേഷ്യം ബിഹേവിയർ കാരണം അവർക്ക് എല്ലാവർക്കും നാണക്കേടായി. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോഴത്തേന് അതിൻ്റേതായ രീതിയിൽ എപ്പോഴും ബിഹേവ് ചെയ്യണം. അതിപ്പം സംസാരിക്കുന്നുണ്ട രീതി, എടാപോടാ വിളി, ഇതൊന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചിട്ട് ഞാൻ ഭയങ്കര എന്നെ കയറി സാറേ എന്ന് വിളിക്കണമെന്നല്ല, എടാപോടാ നീ എന്നുള്ള സംസാരം അത് ആസ് എ കസ്റ്റമർ ആരുടെ പറയരുത്. ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ തന്നെ ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സോറി ക്ഷമിക്കണം എന്നുള്ള സംഭവമൊക്കെ പറഞ്ഞു. വീഡിയോ റിമൂവ് ചെയ്യാനായിട്ടാണ് മെയിൻ ഇതാക്കിയത്. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്നുള്ള സംഭവം പറഞ്ഞു. അപ്പോൾ അത്രയുള്ള ആ ഒരു പ്രശ്നം. പിന്നെ അതിനെ പറ്റിയിട്ട് അതിൻ്റെ പുറക്കെ പോയി വള്ളി പിടിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് കേസും ഇതൊക്കെ ആയിട്ട് കൺസ്യൂമർ കോർട്ട് എനിക്ക് അതിൻ്റെ കൂടെ താല്പര്യമില്ല. കേസും അതിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ഞാൻ സംഭവം അവിടെ വിട്ടു. അപ്പോൾ അത് റിയാക്ട് ചെയ്ത് ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങനെ റിയാക്ട് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങനെയാണ് റിയാക്ട് ചെയ്യും, വേറെ വീഡിയോ വരും, നമുക്ക് എതിരെ സംസാരിക്കുക, അതൊക്കെ കുറേ ഫേസ് ചെയ്തിട്ടുള്ളതുമാണ്. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഫേക്കായിട്ടുള്ള തംബ്നെയിൽസും ക്യാപ്ഷനും വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്, നല്ല രീതിക്ക് റിയാക്ട് ചെയ്യുന്നവരുണ്ട്. അമ്മ ഒരു കാണിച്ചു തന്നില്ലേ, കൊച്ചൂനെ ലുലുമാളി വെച്ച് അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് തലയെക്കെട്ടൊക്കെ എന്ത് മോഷ്ടിച്ചതിന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫേക്കായിട്ട് തംബ്നെയിലൊക്കെ ഉണ്ടാക്കി
നിന്റെ ഒരു തലയിലൊക്കെ കെട്ടി അല്ലെങ്കിൽ കയ്യാകാലം ഒടിഞ്ഞ കെട്ടി അയ്യോ കൊച്ചിന് എന്താ സംഭവിച്ചു കേറി നോക്കൂ. അങ്ങനെ പെട്ടെന്ന് കയറി നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കാര്യമായിട്ടുള്ള പറയുന്നുണ്ട് സെക്യൂരിറ്റി ഇഷ്യൂ. ലുലു മാളിലെ പ്രശ്നം ഇല്ലേ, ലുലു മാളിൽ വെച്ച് പ്രണവ് കൊച്ചൂര് സംഭവിച്ചത് ഇതാണല്ലോ സംഭവം. അങ്ങനെ പറഞ്ഞിട്ടോ എൻ്റെ തലയൊക്കെ ഇട്ട് മൂക്കി പഞ്ഞി. സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ഇനി അങ്ങനെ ഫേക്കായിട്ട് നമ്മളിലേക്ക് ചെയ്തിട്ട് എൻ്റെ വീഡിയോ എടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നെ കൊടുക്കും. ഇന്ന് വരെ ഒരു ചാനലിനും കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി അങ്ങനെയൊക്കെ ഞാൻ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്ട്രൈക്ക് ചെയ്യുന്നതാണ്. വേറെന്താണ്? പിന്നെ നമ്മുടെ ഹാപ്പിക്കുട്ടന് എത്ര വയസ്സായി ഇപ്പം? 1.5 വയസ്സായിരിക്കുന്നു. ഹാപ്പിക്കുട്ടൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഹാപ്പി എന്ന് പറഞ്ഞപ്പോഴേ ചെറുക്ക് എണീറ്റ് ഹാപ്പി വീഡിയോ എടുക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മളെ അപ്പുറം കസേരയിട്ട് ഇരുന്നപ്പോഴേ അവൻ ഓടി അവരുടെ സ്ഥലത്തേക്ക്. ഹാപ്പിക്കുട്ടന് 1.5 വയസ്സായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ബർത്ത്ഡേ ആഘോഷിച്ചില്ലടേ. അത് ശരിക്കും അതങ്ങ് കടിക്കാൻ വന്നതാ, നീ പിടിക്കുന്നതന്നെ. ഞാൻ പിടിച്ചൊന്നുമില്ല നിന്ന കണ്ടാ അവന്റെ മോന്ത മാറി നീ അവന്റെ മുറുക്കുന്നു എന്നെ കടിക്കും. ഞാൻ നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തന്നെയാണോ? ആഘോഷിക്കാം, നീ അടങ്ങുന്നു. എന്തോ പ്രശ്നമായിട്ടിരിക്കും കേട്ടോ. എനിക്കൊന്ന് ഇപ്പം കസേര ഇരുന്നപ്പോൾ ഞാൻ ഇറക്കി വിട്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഹാപ്പിക്കുട്ടൻ്റെ ബർത്ത്ഡേ 1.5 വയസ്സായാലും അത് ആഘോഷിക്കാം. അവൻ ഭയങ്കര സീൻ മഹാ പ്രശ്നമാണ് കേട്ടോ ഇവൻ. ഇപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അയ്യോ അച്ഛ കല്യാണമൊന്നുമില്ല എൻ്റെ പൊന്നെ. അച്ഛൻ 2022 തൊട്ട് അത് പറയുക കല്യാണം. ഇന്നലെ ഞാൻ നിനക്ക് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു 17,000 രൂപയും കൊണ്ട് കളഞ്ഞ് അതിൻ്റെ അച്ഛൻ മാട്രോണി എടുത്തരുത്. അതൊക്കെ ഞാൻ അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്താൽ മതി. അതിനിടയിൽ അങ്ങനെ സംഭവം അതൊക്കെ കോമഡി. അതൊക്കെ ഇപ്പോഴൊന്നുമല്ല, അതൊക്കെ ഒത്തിരി ആളായി. അതൊക്കെ 50 വയസ്സായിടേ. 50 അടിച്ചിരിക്കുന്നു. നമുക്കും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? ഓക്കെ, നമുക്ക് അതിനൊക്കെ പരിഹാരമുണ്ടാക്കാം. ഡോണ്ട് വറി. ഓക്കെ, അച്ഛൻ ഇപ്പൊ എത്ര? അച്ഛൻ ഇപ്പൊ 20 കിട്ടിയെന്ന് വെച്ചിട്ട് അച്ഛന് എന്തൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് നീ ഇപ്പൊ മനസ്സിലായില്ലേ? അച്ഛൻ 50 ആയപ്പോ നിനക്ക് 26 ശരിയാ. അതായത് അച്ഛന്റെ പകുതിന്റെ ഇച്ചിരി കൂടുതൽ വയസ്സ് എനിക്കുണ്ട് അല്ലേ? അത് സത്യത്തിൽ അച്ഛൻ ലക്കിയാണ്. അതുകൊണ്ട് അല്ലേ? എന്ത് അത് ഒന്നാലോചിച്ചാൽ അത് നല്ലതല്ലേ? നല്ലതാണ്. പിന്നെ ഇപ്പൊ വേറെ കാര്യമുണ്ട്. 50 വയസ്സ് കഴിഞ്ഞ 50 വയസ്സൊരു മാക്സിമം. അങ്ങനൊന്നുമില്ല. അത് ഇനി അടുത്തതിന് വരും. അടുത്ത എന്നാ പോട്ടെ. ഞാൻ വേറെ കാര്യം, അച്ഛൻ്റെ കൂടെ പഠിച്ച അവരുടെ മക്കളൊക്കെ ഇപ്പൊ എത്ര വയസ്സുണ്ട്? അയ്യോ അതൊക്കെ കൊച്ചു പിള്ളേര്. സത്യം +2 പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. സ്കൂളൊക്കെ കഴിഞ്ഞപ്പോഴേ കിട്ടി. അല്ല അതിപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ നീ എന്തിനാ MG സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നീ കല്യാണം കഴിച്ചാന്ന് വെച്ച്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. മെയിനായിട്ട് വന്നത് അനു ആരാണ്, അനുവിൻ്റെ ഫാമിലി, അളിയൻ ആരാണ്, അളിയൻ്റെ ഫാമിലി. ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻസ്. അപ്പം അതിനൊക്കെ എനിക്ക് ആൻസർ തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യണോ, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളെ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞത്. പിന്നെ മെനങ്ങാന്ന് പോയി ഞാൻ മുടി വെട്ടി എന്നെ മപ്പടിച്ച കേട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊരു സംഭവം കോമഡി എന്തിനാന്ന് അറിയുമോ, ഞാൻ ഉറങ്ങിപ്പോയി. അതാണ് സംഭവം. ഞാൻ മുടി വെട്ടിയപ്പോൾ ഒരു റൗണ്ട് ഉറങ്ങി. അപ്പോൾ അവൻ്റെ മീശ ഇങ്ങനെ ആക്കി മലത്തി മപ്പടിച്ചോളാം. എൻ്റെ മീശ ഇതൊക്കെ ഇങ്ങനെ ആക്കിയേ. ഇവരെങ്ങനെയും ചെയ്തോളാം. കണ്ണാടി കണ്ണാടി മുമ്പിലിരിക്കുന്നത് ഒരു ചെറിയൊരു സുഖം പറ്റിയൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഞാൻ ഫേസിലൂടെ ചെയ്തച്ചാ അകത്ത് കയറി നിന്നിട്ട് ആദ്യം ഒരു ക്രീം ഇട്ടിട്ട് അവൻ അങ്ങ് അപ്പുറത്തോട്ട് പോയി. ഞാനിരുന്ന് പിന്നെ ഉറങ്ങി. പിന്നെ അവൻ എന്തൊക്കെ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞത് അങ്ങനെ 1500 അങ്ങനെയും പോയി. അത് പറഞ്ഞു നമുക്കിത് ഫേഷ്യലൊന്നും ഇല്ല. ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നേ, ഫേഷ്യല്. അമ്മയ്ക്ക് എന്തോ ഇനിയിപ്പോ വയസ്സായത് എന്റെ കൂടി ഈ പറയണ ഞാൻ വരെ തന്നെ എനിക്ക് ഇവിടെ ഉണ്ട് തരാം, ഇവിടെ ഉണ്ട് തരാം. അപ്പൊ പൂത്തലഞ്ഞു ഇപ്പോൾ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്.
എല്ലാവർക്കും ഉണ്ട്. അതിനൊന്നും കാര്യമൊന്നുമില്ല. ഫുഡ് നമ്മളെയൊക്കെ സമയത്ത് പിന്നെയും ഇച്ചിക്കൂടൊക്കെ പിന്നെന്ത് വിഷം ചേർക്കാത്ത ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് നമ്മള് കുഞ്ഞിലെ. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വിഷമാണല്ലോ വേണ്ടത്. ദിവസവും എന്തിന് അച്ഛാ മന്തി, മന്തി, ബ്രോസ്റ്റഡ്, ഇവര് അതൊക്കെ തിന്നും. എന്നിട്ട് പറയണ നമ്മൾക്കൊക്കെ ഇപ്പോഴും എന്തിന് വിഷമില്ലാത്ത ഇപ്പോഴല്ലേ തിന്നുന്ന ഞങ്ങള് കൊച്ചിലുള്ള പിന്നെ എന്തിനാ ഈ വിഷമുള്ള തിന്നുന്ന? ബ്രോസ്റ്റഡ് വിഷമാണോ എങ്കിൽ എപ്പോഴും ചത്തുപോയാണ്. അമ്മയില് പറയണ വിഷമില്ലാത്ത ഫുഡാ പണ്ട് കഴിച്ചത്, ഇപ്പൊ വിഷമുള്ളതല്ലേ തിന്നുന്ന. അപ്പൊ എന്തിനിപ്പൊ തിന്നുന്ന? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ബ്രോസ്റ്റഡ് തിന്നും, മന്തി കഴിക്കും, ഞാൻ എന്ത് കിട്ടാനും ഞാൻ കഴിക്കും. അതാണ് എനിക്ക് ഇഷ്ടം. ഞാൻ പിന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യോ ഞാൻ 2 ദിവസം കൊണ്ട് മെനങ്ങാന്ന് തൊട്ട് ജിമ്മിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പാതയിലാണ്. ഷുഗർ കട്ട്, പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻ ഫുഡ് അങ്ങനെ ആയിരിക്കണം. നീ എങ്ങനെയും ഒന്ന് വണ്ണം വെച്ച് ഇനി വണ്ണം വയ്ക്കണ്ട. ഇനി വണ്ണം വയ്ക്കണ്ട. പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ 75 കിലോ ഉണ്ട്. ഇല്ല, കൊച്ചിന് എങ്ങനെയും എനിക്ക് ഭയങ്കര ഇതായിരുന്നു വണ്ണം വയ്ക്കും. പണ്ട് ഈ കൈയൊക്കെ ഒന്ന് കാണുമായിരുന്നു, ഈക്കിലോലിരിക്കുകയായിരുന്നു കൈ. ഞാൻ ഇല്ല പൊടി പിള്ളേരുടെ കൈയൊക്കെ ഒരു ഇതും ഇല്ലായിരുന്നു എൻ്റെ. ഇപ്പൊ എല്ലാം ആയെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയൊക്കെ ഉള്ളു ഗൈസ് പറയാനായിട്ട്. വേറെ കാര്യങ്ങളൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഒരു വീട്ടിൽ എല്ലാവരും കൂടുമ്പോഴത്തേന് ഞാൻ എല്ലാവരെയൊക്കെ പരിചയപ്പെടുത്തി കാണിക്കാം കേട്ടോ. ഒന്നുമില്ല. പിന്നെ 2 ദിവസമായിട്ട് മഴയും കൂടാണ്. നമുക്ക് എങ്ങനെ എങ്ങും പോകാനായിട്ടൊന്നും സാധിക്കുന്നത്. ഒരു മഴയാകുമ്പോൾ ഒരു മന്ദതയാണ് മൊത്തത്തിൽ. പണിയില്ല, അതാണ് കുഴപ്പം. പണിയാ ചെയ്യാക്കൂല. പണിക്ക് പോയിരിക്കുമ്പോൾ ഭയങ്കര ബോറടിയാണ്. ഇവിടെ കുന്താലി എടുത്തിട്ട് കളയണം. എന്നിട്ട് അവിടെ അപ്പുറത്തോട്ട് പറമ്പുണ്ട്, അവിടെ കുഴി പിടിച്ച് വാഴ നട, ചേനകട, എന്തെല്ലാം ജോലികൾ ചെയ്യാം. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കഴപ്പല്ല, തൊളിയല്ലേ മൊത്തം. അങ്ങനൊന്നുമില്ല. ഉണ്ട്. ഈ മഴ പെയ്ത് കിടക്കുന്ന സമയത്താണ് കിളച്ച് നടന്നത്. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛനൊക്കെ മടിയനായിട്ട് ഞാൻ മാത്രമേ ഇവിടെ ജോലി ചെയ്യുന്നുള്ളൂ. ഞാനേ ജോലി ചെയ്യുന്നത്. എല്ലാരും ഹാപ്പിയാ, ഭയങ്കര ജോലിയൊക്കെ എല്ലാരും നിരന്തരമായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് എല്ലാവരുടെയും ഡൗട്ടൊക്കെ മാറിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും ഇനി പറയും, ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് വീണ്ടും പറയും ആരാണ് ശ്രീതു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അനുവിൻ്റെ ഫാമിലി എവിടെ, ഇനിയും ചോദിക്കും. എനിക്കറിയാം, ഞാൻ അപ്പോഴൊക്കെ പറ്റുമ്പോഴൊക്കെ ഇനിയും വന്ന് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ള ഗൈസ്. ടാറ്റാ, ബൈ ബൈ.